വിഷമം തന്നെ. മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. തൊഴരി മഹാദേവൻ, എൻ്റെ തൊഴര് ജിംബൂതവാഹനൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു അനിയമ. ആ ജിംബൂതവാഹനൻ പ്രസിദ്ധന, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാത്ത വരുന്ന ആരുണ്ടോ എന്ന് സംശയമാണ്. ആ അദ്ദേഹം ഭാവിയിലുള്ള വിദ്യാധര ചക്രവർത്തി, അതേപോലെ നല്ല ചെറുപ്പം, അതിസുന്ദരൻ, സർവകലാവല്ലഭൻ, മാത്രമല്ല ജനസമ്മതനായിട്ടുള്ള ഒരു ഭരണാധികാരി, പ്രജാക്ഷേമ തൽപരനായിട്ടുള്ള ഒരു അയവ. ആ അദ്ദേഹത്തിന് ഈ വക യോഗ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അതൊക്കെ അത്രയ്ക്കൊക്കെ വരുള്ളൂ എന്നുള്ള മട്ട. അദ്ദേഹം ഒരു എന്താണാ പറയുന്നത്, ഐഹികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ, അദ്ദേഹം പ്രവർത്തിക്കുന്നത് മുഴുവൻ ലോകത്തിലുള്ള ഭൂമിയിലുള്ള ജനങ്ങൾക്ക് സുഖാവുക, അവർക്ക് ദാരിദ്ര്യമില്ലാതെ ഉണ്ടാവുക, അധികമായിട്ടുള്ള ദാരിദ്ര്യത്തിനെ ഇല്ലാണ്ടാക്കുന്നതെന്നല്ല അദ്ദേഹത്തിന്റെ. ഇപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത്, അധികമായിട്ടുള്ള ദാരിദ്ര്യം അതില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള യോഗ്യതയായിട്ടാണ് ഭരണാധികാരി നടിക്കുന്നത്. ആർക്കാ ദാരിദ്ര്യം ഇല്ലാതെ ഉണ്ടായിരിക്കുന്നത്? അതല്ല എൻ്റെ തോഴയുടെ ആഗ്രഹം. ആർക്കും കഷ്ടപ്പാടുണ്ടാവരുത്, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് എൻ്റെ തോഴരെ കെട്ടിയിരിപ്പുള്ള ധനം മുഴുവൻ പ്രജകൾക്ക് വിതരണം ചെയ്തു, ദാനം ചെയ്തു. അത് മുഴുവൻ ദാനം ചെയ്തു എന്ന് മാത്രമല്ല, ഇനി വല്ലവർക്കും കിട്ടായുണ്ടെങ്കിൽ മഹാമേരു പർവ്വതത്തിന്റെ ശിഖരം കുത്തി അടർത്തി കൊണ്ടുവന്ന് കനകവള്ളി നടത്തി സ്വർണമഴ. അത് ഒരു ശിഖരമല്ല, അനവധി ശിഖരങ്ങള് കൊണ്ടുവന്ന് അത് ഭൂമിയിലെ നാനാഭാഗത്തും അങ്ങനെ പരീക്ഷിച്ചു. അതും പോരാതെ കൊണ്ട് പിന്നെ തോന്നരെന്ത് ചെയ്തു, സ്വർഗത്തിൽ നിന്ന് കൽപ്പവൃക്ഷം ഭൂമിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കലും കൂടി കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചതെന്നാ, ഇനി അദ്ദേഹം വിവാഹം ചെയ്യണം. അദ്ദേഹത്തിന് വിവാഹത്തിന്റെ കാലമായി അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയം. ഓരേ ഇനി എന്നാ വിവാഹത്തിന്റെ കാര്യം ശ്രദ്ധിച്ച് നോക്കല്ലേ. ഒരു പുരുഷജന്മായി കഴിഞ്ഞാൽ വിവാഹം കൂടി വേണം. അതൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. എനിക്ക് അതിലൊക്കെ അത്ര ആസക്തിയുള്ളൂ. ഞാൻ എൻ്റെ ശരീരം തന്നെ പരോപകാരമായിട്ട് ആവണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നില്ല. ഒരു വിരക്തന്റെ ഛായ. ഇങ്ങനെ വിരക്തനായാൽ എൻ്റെ തോളിൽ ഞാൻ എന്താ ചെയ്യാൻ? അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറയാ, എന്താ പറഞ്ഞേ, വിവാഹത്തിനാണോ? എനിക്ക് എന്ത് പറഞ്ഞാലും വിവാഹം എന്ന് മാത്രമേ വിചാരമുള്ളൂ. വിവാഹത്തിനൊന്നുമല്ല, എൻ്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് പോവാ. തോന്നൽക്ക് അച്ഛനും ഉണ്ടോ? ഞാൻ ആ വക കാര്യങ്ങൾ അത്ര ചോദിക്കലുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ അധികം ആളുകൾക്ക് പത്രം താല്പര്യമില്ല. ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പഴഞ്ചൻ എന്ന് വിചാരിക്കുന്നതാണ് ഇന്നത്തെ കാലം. അത് കാരണം ഞാൻ ഓരോ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരിമാരുടെയോ കാര്യങ്ങളൊന്നും ചോദിക്കലുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് വളരെ എവിടെ അങ്ങയുടെ അച്ഛനും അമ്മയൊക്കെ ഒരു കാട്ടില. ഇത് ഞാൻ ആദ്യം കേൾക്കുക. അച്ഛനമ്മമാർക്ക് പ്രായമായി കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യാറ്? മക്കൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഉപയോഗം കഴിയാൻ അവരെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അല്ലേ?
കുട്ടികളുടെ കൂടെ പോകുമ്പോൾ ഇവർ എവിടെയെങ്കിലും ഉണ്ടാക്കാനാണോ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിന് ചില സങ്കേതങ്ങളൊക്കെ ഉണ്ട്, ചില വൃദ്ധതനെന്നോ അങ്ങനെയൊക്കെ പേരായിട്ട്. ഇനി അതും അല്ലെങ്കിൽ വേറെ സഭാകളിൽ വേറെ തരത്തിൽ പറ്റിയിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ ദേവാലയത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഇപ്പോൾ വരാമോ പിന്നെ അവിടെ കണ്ട അങ്ങനെ ചില സന്തതികള് അച്ഛനമ്മമാരെ എവിടെയെങ്കിലും കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് തുടരെ അതിനേക്കാളൊക്കെ ക്രൂരായിട്ട് പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. ഇന്നേ വരെ ആരും അച്ഛനമ്മമാരെ കാട്ടിൽ കഴിഞ്ഞ് വിട്ടുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് കഠിനായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ അയ്യാ അങ്ങനെ ഞാൻ കേട്ടി വിട്ടുന്നതല്ല, ഞാൻ കാട്ടിക്കൊണ്ട് അറിയതല്ല. ഞങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ഉള്ളത്, വനവാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അച്ഛനും അമ്മയും എനിക്ക് പോയിട്ടുള്ളത്. നമുക്ക് അവരെ കൊണ്ടുവരാം. അത്രയേ വരിക. എൻ്റെ അച്ഛനും അമ്മയല്ല, എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലല്ലേ എനിക്ക് കാണണ്ടു. അതല്ല പറയുക, താനും കൂടെ ഉണ്ടായാലേ എനിക്കൊരു സുഖമുള്ളൂ. പൂവ എന്ന് പറഞ്ഞ് തോഴനെ നിർബന്ധിച്ചപ്പോ ഞാൻ തോഴയുടെ പിന്നാലെ പുറത്തു. അങ്ങനെ പുറത്ത് തോഴയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമീപത്ത് എത്തിക്കാറുണ്ട്. തന്നെ വിധി മുടിഞ്ഞു. നരച്ച് കൊരച്ച് വായുടെ പല്ലൊന്നുമില്ല, താടിയും മൂക്കും കൂടി കൂടിക്കാഴ്ച കുടിക്ക് കാലം കയറ്റി കുടിച്ചിങ്ങനെ പറയാ ഇറ്റോളൊക്കെ കാണാനായിട്ട് പറ്റൂലോ എൻ്റെ ഗ്രഹപ്പുഴ. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ, അച്ഛനെയും അമ്മയും കണ്ട് അവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചില പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് അവിടുന്ന് തിരിച്ച് രാജധാനിയിലേക്ക് പോരും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സോളർ അതിനല്ല ഭാവം. അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചും കൊണ്ട് ആ കൊടുങ്കാട്ടില് അവിടെ തന്നെ കൂടാതെ സോളയുടെ വട്ടം. എൻ്റെ കാര്യം പരിമലായി. സോളയുടെ അച്ഛനും അമ്മയാണെന്ന് വേണമെങ്കിൽ ഇരിക്കാം. എൻ്റെ അച്ഛനുമല്ല അമ്മയല്ല, എനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ കൊടുങ്കാട്ടിൽ വന്നാൽ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടാതെ വേണം പറയാൻ. ഭക്ഷണം ശ്രദ്ധിക്കണം. ഭക്ഷണം എന്തെങ്കിലും ഇതൊന്നുമില്ല. വല്ല കായയോ കിഴങ്ങോ കുത്തി പറിച്ച് കൊണ്ടുവന്നാൽ ചുട്ടട്ടോ വേവിച്ചിട്ടോ എങ്ങനെയെങ്കിലും തിന്നാന്നാ പറയുന്നത്, കഴിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഞാൻ തോളരെ കൊണ്ട് വല്ലതും നേരെ പോക്ക് പറയാൻ ചോദിച്ചാൽ അതിന് അറിയാവോ? തോളി പടുബുദ്ധന്മാരുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് അത് വിട്ടു കിട്ടണ്ടേ? അദ്ദേഹം അവിടെ എൻ്റെ കാര്യം കടമതിയായി. ഉറക്കമില്ല, ഭക്ഷണം ശരിയാവുന്നില്ല. ഈ കൊടുങ്കാട്ടില് അങ്ങനെ കഴിച്ചു കൊള്ളാനാണ് എൻ്റെ ഗ്രഹപ്പഴ. അങ്ങനെ ഉണ്ടാവില്ലേ ആളുകൾക്ക്? അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം തോളര് പറഞ്ഞു, അതെയാ അച്ഛൻ പറഞ്ഞിട്ടില്ല നമ്മളോട് നാട്ടിലേക്ക് പോയിക്കോളാൻ, രാജധാനിയിലേക്ക് പോയിക്കോളാൻ. അങ്ങനെയല്ലേ? അല്ല, പിന്നെയോ ഈ ആശ്രമത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഫലമൂലാദികളൊക്കെ ഫലമൂലാദികള്, അതേപോലെ ദർഭ, ചമത, ദേവാലയത്തിലുള്ള പുഷ്പങ്ങള്, ഇതൊക്കെ ഏകദേശം കഴിഞ്ഞ മട്ടിലായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അധികം അകലെയല്ലാതെ ആശ്രമത്തിന് യോജിച്ചിട്ടുള്ള ഒരു സങ്കേതം കണ്ടുപിടിച്ച് ഇനി താമസം അവിടേക്ക് മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അച്ഛൻ ഒന്ന് ആശ്രമത്തിന് കർമ്മശാലയ്ക്ക് യോജിച്ച് അനുയോജ്യമായിരിക്കുന്ന ഒരു പ്രദേശം കണ്ടെത്തണം. നമുക്ക് പോവാം. എനിക്ക് ഈ വൃദ്ധന്മാരുടെ കയ്യിൽ നിന്ന് തോളരെ ഒന്ന് വിട്ട് കിട്ടിയല്ലോ. എനിക്കതിന് അങ്ങനെ ഒപ്പിട്ട് മലയപർവ്വതത്തിന്റെ അടുത്തെത്തി. മലയപർവ്വതത്തിന്റെ അടുത്തെത്തിയപ്പോ അദ്ദേഹത്തിന്റെ വെറും വിലക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിന് ലേശം ഒരു മാറ്റം പറ്റുമോ വന്നു ഒരു സംശയം. കാരണം എന്താ, ആ മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന ആ കുളിർകാറ്റിന് തട്ടല്, അതേപോലെ പർവ്വതത്തിന് മലയപർവ്വതത്തിന്റെ ഭംഗി കണ്ട ആസ്വദിക്കല്, അതൊക്കെ കൂടി അറിയപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ലേശം ഒരു മാറ്റം പറ്റുമെന്ന് സംശയം. അങ്ങനെ പിന്നീട് അങ്ങനെ നടന്ന്
അതിസുന്ദരമായിട്ടുള്ള പാട്ട്, വിശേഷമായിട്ടുള്ള പാട്ട്. ഇത്രയും രസികത്തുള്ള പാട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. തോഴരുടെയും അഭിപ്രായം അതാ. അതെയാ, കേൾക്കൂ കേൾക്കൂ, നല്ലൊരു പാട്ട് കേൾക്കുന്നത്. ശ്രവണ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, ശ്രുതി ചേർത്ത്, അതേപോലെ നല്ല ലയം, ആരോഹണാവരോഹണങ്ങൾ അതിലും കേമാം. എവിടുന്ന ഈ പാട്ട് കേൾക്കുന്നത്? ഏത് ഭാഗത്തു നിന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് അങ്ങനെ നടന്ന് ഞങ്ങളൊരു ദേവാലയത്തിൻ്റെ അടുത്ത് അവിടുന്ന് ഈ പാട്ട് കേൾക്കുന്നത്. ഒരു ഗൗരിയാശ്രമം എന്ന് പറഞ്ഞാൽ ശ്രീപാർവതിയുടെ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പാട്ട് ഇങ്ങനെ കേട്ടത്. പാട്ട് കേൾക്കുമ്പോഴത്തെ സുഖമുണ്ടോ കാണാൻ? ശ്രവണ സുഖം പോലെ നയനസുഖം ഉണ്ടോ തോടരെ അതൊന്ന് നോക്കണേ. ഒന്ന് പോയി ചിലപ്പോൾ പാട്ട് കേൾക്കാം, ശബ്ദം കേൾക്കാം, പക്ഷേ പാടുന്ന ആളെ കണ്ടാൽ തിരിഞ്ഞ് പുകഞ്ഞ് പുകയത്തുന്ന അട്ടി കൊണ്ടുവരികയാണെന്ന് ഓന്ത്രമ്മല്ലും കാണാൻ കഴിയുന്നില്ല. തോന്നാൻ പാകത്തിന് ചില സ്വരൂപങ്ങളുണ്ട്. ശബ്ദം പോലെ കാഴ്ചയ്ക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്കൊന്ന് നോക്കലോടെ ആ ഭാഗത്തു നിന്നാണ്, ആ ക്ഷേത്രത്തിൽ നിന്നാണ് കേൾക്കുന്നത്. അവിടേക്കൊന്ന് പോയി നോക്കാം. നമ്മൾക്ക് കാണാൻ അർഹതയില്ലാത്തതാണെങ്കിൽ അത് വൈഷമ്യാവൂലോ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഇന്നതിനെ കാണാൻ പാടുള്ളൂ, ഇന്നതിനെ കാണാൻ പാടില്ല. എവിടെ വെച്ച് കാണാം, എപ്പോഴും കാണാം, എങ്ങനെയും കാണാം എന്നുള്ളൊരു നിലയായി തീർന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതൊന്നും നമുക്ക് അത്ര കാര്യമായിട്ട് കണക്കാക്കാൻ അങ്ങോട്ട് ചോദിക്കുക. ആരാ പറഞ്ഞത് കാണാലോ വേണ്ട. അങ്ങനെ കുറെ ആളുകൾ ആ വർഗത്തിൽ പെട്ടുകൊണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളതല്ല, സദാചാരപരമായിട്ട് പെരുമാറുന്ന നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാനുള്ള അർഹതയില്ല. പാടില്ല. ഒരു കാര്യം ചെയ്യാറുണ്ട്, അതാ ഒരു മരം നിൽക്കണം. ആ മരത്തിന്റെ മറവിൽ നിന്ന് അകത്തേക്ക് നോക്കിയാൽ ആളെ കാണാം. ഒന്ന് നോക്കുക. ഓ അങ്ങനെ ആവാം. ആ മരത്തിന്റെ മറവിൽ നിന്ന് നിങ്ങൾ പതുക്കെ അകത്തേക്ക്, ആ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നോക്കിയപ്പോഴോ അമ്പാ എന്താ കൗതുകം! അതിസുന്ദരിമാരായിരിക്കുന്ന രണ്ട് സ്ത്രീകള് ആ ദേവാലയത്തിന്റെ, ആ ഗൗരിയാശ്രമത്തിന്റെ, ശ്രീപാർവതിയുടെ ക്ഷേത്രത്തിന്റെ നടയില് ഇരുന്ന് പാടുക. അതിൽ നടുക്കിരിക്കുന്നവരുടെ മടിയിലൊരു വീണയുണ്ട്. ആ വീണ വായിച്ചും കൊണ്ട് ഭംഗിയായിട്ട് ഭഗവതിയെ സ്തുതിക്കുക. കാണാൻ വഹയുണ്ടോ? നല്ല കൗതുകമുണ്ടോ? പാട്ട് കേട്ട പോലെ ഇനി ആ കാഴ്ചയ്ക്കൂടെ അധികം കേൾക്കാന്ന് വെച്ചില്ല. അങ്ങനെ അതിസുന്ദരിമാര് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവര് വെറുതെ അല്ല ഭജിക്കുന്നത്. പിന്നെയോ ഭാവി വിദ്യാധര ചക്രവർത്തിയെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വീണാവാദനത്തോടുകൂടി ദേവിയെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. സംഗീതാർച്ചനം എന്നാണ് പറയാം. വളരെ ദൈവീദർശനത്തിന് പറ്റിയ പറയാ. തോടരെന്ന് പറയുന്നത് തോടരെ അനുവാദം കൂടാതെ ഞാൻ തോടരെ പിടിച്ച് വലിച്ച് അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഞങ്ങൾ അവിടെ എത്തേണ്ട താമസം അപരിചന്മാരായിരിക്കുന്ന ഞങ്ങളെ കണ്ട് അവര് പെട്ടെന്ന് ഇരുന്ന് നിൽക്കുന്നവർ എഴുന്നേറ്റു മാത്രമല്ല, അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്താ അവരോട് പറയേണ്ടതെന്നൊന്നും അറിയില്ല, അവർക്ക് എന്താ ഞങ്ങളോട് പറയേണ്ടതെന്നും അറിയില്ല. കുറച്ചു നേരം നിശബ്ദയായിരുന്നു. ഞാൻ തന്നെ തുടങ്ങിയത് ഒരു ചോദിച്ചു, ഇതാണോ നിങ്ങളുടെയൊക്കെ മര്യാദ? സാമഗ്രി ഭേദപ്പെട്ട അതിഥികൾ വന്നാൽ അവരെ വാക്കോടെങ്കിലും സൽക്കരിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോ അതിലത്തെ ഒരുത്തി പറഞ്ഞു, ഈ ബ്രാഹ്മണൻ പറയുന്നത് പരമാർത്ഥ. അതെ, വരൂ. അവൾ തന്നെയാണ്.
അവിടെ ഒരു ശില, ഒരു കല്ല്, അതൊക്കെ ഒന്ന് പൊടിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, മറ്റേ ആൾക്ക് അങ്ങേപ്പുറത്ത് ഇരിക്കാം എന്ന് പറഞ്ഞ് അവളാണ് സർക്കാരത്തിന് പുറപ്പെട്ടത്. അവർക്ക് അഭിമുഖമായിട്ട് തോഴരും ഞാനും അവിടെ മുഖാമുഖം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും മുഖാമുഖമായത്. കുറച്ചു നേരം കഴിഞ്ഞങ്ങനെ രസിച്ച് തോഴരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളും ആ പാട്ടുകാരത്തെ രസിച്ച് നോക്കുന്നു. അങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു താടിക്കാരൻ അതാ ഓടി വരുന്നു. എന്ത് മാറ്റിത്തന്നുണ്ടാവോ വരുന്നത്? എനിക്ക് ഈ താടിക്കാരെ തന്നെ ഇഷ്ടമല്ല. മാറ്റിമാരാ ഈ തരം താടിക്കാരനെ കട്ടിച്ച് കഴിച്ചുകൂടാ. താടിക്ക് എത്ര നീളം കൂടുമോ അത്രയും മാറ്റിത്തണ്ടാ അവർക്ക്. ആ താടിക്കാരൻ വന്നിട്ട് എന്തായാലും അദ്ദേഹം എന്താ പറഞ്ഞത്, കുലപതിയുടെ കൽപ്പനയുടെ ആദ്യത്തെ സ്ഥാനത്തിന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്നെ പറഞ്ഞേച്ചതാണ്, അദ്ദേഹത്തിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നത് ശരിയാക്കട്ടെ. കാരണം കുലപതിയുടെ കൽപ്പന അനുസരിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അതേപോലെയാ ഞങ്ങളുടെ തോഴരുടെ അടുത്ത് നിന്ന് അവർക്ക് പോകാനും നല്ല മടിയുണ്ട്. മനസ്സോടുകൂടി അവരവിടുന്ന് യാത്ര പുറപ്പെട്ടു നടക്കാൻ തുടങ്ങി. സാരം കഴിഞ്ഞപ്പോൾ ആ വീണവായനക്കാരത്തി പാട്ടുകാരി ഉണ്ടല്ലോ, അവള് തിരിഞ്ഞൊന്ന് നോക്കി തോഴരെ. ആ സമയത്ത് തോഴ അങ്ങടും അവളെയും നോക്കി, അത് ഞാനും നോക്കി. കണ്ണും തമ്മിൽ ഇടയിൽ കഴിഞ്ഞു. ഇടയല്ലോ, യോജിക്കലുണ്ടായത്. അല്ല, അവിടെ ആ നോട്ടത്തില് തോളല് കുടുങ്ങി, തോളല് വെട്ടു. അങ്ങനെ എനിക്കും രസായി. പിന്നെ അവിടുന്ന് പോകുന്നതിൻ്റെ ശേഷം ഓരോ ബാക്കി വർത്തമാനങ്ങളൊന്നുമില്ല. ആ ഗൗരിയാശ്രമത്തിൽ വെച്ച് കണ്ട ആ പാട്ടുകാരിയുടെ പാട്ടിൻ്റെ യോഗ്യത, അതേപോലെ അവരുടെ ഇരിപ്പ്, അവരുടെ നോട്ടം, അവരുടെ ഹാവഭാവങ്ങൾ, അതിനെ പറ്റിയിട്ട് പറയാനേ തോഴർക്ക് നേരെ ഒരു നോട്ടമായിട്ടുണ്ടോ. അപ്പൊ തന്നെ ഈ തരത്തിലായ തോഴർ കുറച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിനാ ആവുന്നുള്ളത് ചില. ഇതേവരെ അദ്ദേഹം ഒരു ധർമ്മരസികനായിരുന്നു. ഇപ്പോഴോ ഒരു കാമരസികനായിട്ട് മാറൽ കഴിയുന്നു. അതയ്യാ ആ നോട്ടത്തിൻ്റെ ഒരു കൗതുകല്ലേ. അതേപോലെ ഇരുന്ന് പാടുമ്പോഴത്തൊരു സൗന്ദര്യോ, ആ വീണ മടിയിൽ വെച്ച് ആ താമരപ്പൂ പോലെ അതിമനോഹരങ്ങളായിരിക്കുന്ന കൈകളെ കൊണ്ട് വീണ വെട്ടിക്കൊണ്ട് ആ നോട്ടവും ഇരിപ്പും അവരുടെ കണ്ണും മൂക്കും, ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളവർക്ക് പറയാവൂ. കാര്യങ്ങൾ പറയാൻ തന്നെ എന്ന് വിചാരിച്ച അച്ഛനമ്മമാരുടെ കാര്യത്തിൽ നിഷ്കരിച്ചില്ലേ, അതൊക്കെ വേണ്ടതുപോലെ യഥാവിധി അദ്ദേഹം നിർവഹിക്കേണ്ടത്. ഇട കിട്ടിയാൽ അവളുടെ കാര്യം പറയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്താ അത്രയാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഇത്രയ്ക്കായിരുന്നു. ഒരൊറ്റ നോട്ടം ഒരു നോക്ക് കാണാനായിട്ടുള്ളൂ. അപ്പോൾ തന്നെ സ്വപ്നം കാണാനായി എന്ന് പറഞ്ഞാൽ എന്താ തോഴരെ എന്ന് സ്വപ്നം കണ്ടത്? എനിക്കറിയായല്ല. തോഴരുടെ മുഖത്തുനിന്ന് അത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ ചോദിച്ചതാ. അറിയാ ഒന്നുമല്ല, ആ പാർവതിയുടെ ആ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് അവിടെ ഒരു ചന്ദനനാഗ്രഹമുണ്ട്. ആ ചന്ദനനാഗ്രഹത്തിന് ഒരു ചന്ദ്രകാന്ത കല്ലുണ്ട്. ആ ചന്ദ്രകാന്ത കല്ലിന് അവള് എന്നെ പ്രതീക്ഷിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നെ കാണാതെ ഉണ്ടായിപ്പോ പ്രണയോപിതയായിട്ട് കണ്ണീരെടുപ്പിച്ച് അവിടെ ഇങ്ങനെ ഉത്കണ്ഠയോട് കൂടിയിരിക്കുന്ന അവളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അത്രയാ ഞാൻ വിചാരിച്ച കാര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല.
എനിക്ക് സന്തോഷമുണ്ടായത്. അതുകൊണ്ട് എന്താ വളരെ ചെയ്യേണ്ടത്? ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ പകല് അവിടെ പോയി ആ ചന്ദ്രഗൃഹത്തിന് ആ ചന്ദ്രകാന്ത കല്ലുമിലിരുന്ന് പകല് കഴിച്ചു കാണാൻ ഞാൻ വിചാരിക്കുന്നത്. അറിയാ പറഞ്ഞ് ഞങ്ങൾ എന്നെ കൊണ്ട് അദ്ദേഹം ചന്ദ്രലതാഗ്രഹത്തിൻ്റെ അടുത്തെത്തിയാണ്. ഉടനെ പറഞ്ഞ ചന്ദ്രലതാഗ്രഹം അവിടെ ചന്ദ്രകാന്ത കല്ലുണ്ട്. നോക്കൂ അത്രയാ അതൊക്കെ ഉണ്ട്. പക്ഷെ അവളില്ലല്ലോ, അവളില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. അത്രയാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം ചന്ദ്രകാന്ത കല്ലിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു. അവിടെ ഇല്ല കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോലെ അത്രയാ അവളില്ലെങ്കിലും ഒരു ചിത്രം വരയ്ക്കാം. ആ ചിത്രം വരയ്ക്കാനായിട്ട് ഒന്ന് രണ്ട് വർണ്ണങ്ങളില്ല കണ്ണുകൾ കൊണ്ടുവരൂ. ഞാൻ ആ ചിത്രം വരച്ച് ആ ചിത്രം കണ്ടിട്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാലോ ആശ്വസിപ്പിക്കാലോ എന്നാണ് വിചാരിക്കുന്നത്. അറിയാ നീക്കും കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പർവ്വതത്തിൻ്റെ ചെരുവല്ലേ പല വർണ്ണങ്ങളിലുള്ള കല്ലുകളുണ്ട്. അദ്ദേഹം 2 നിറത്തിലുള്ളത് കൊണ്ടുവരാനേ പറഞ്ഞുള്ളൂ. ഞാൻ 5 വർണ്ണത്തിലുള്ള കല്ലുകൾ തോഴർക്ക് പലക്ക് കൊടുത്തു. തോഴര് ചന്ദ്രകാന്ത കല്ലുമില് ആ പാട്ടുകാരിയുടെ ചിത്രം ഭംഗിയായിട്ട് അതിശയായിട്ട് എഴുതി. അതിങ്ങനെ കണ്ടാലോ ജീവനോട് കൂടി അവിടെ ഇരിക്കാനാണ് തോന്നാൻ കാണുന്ന ആളുകൾക്ക്. തോഴരുടെ ചിത്രമെഴുത്തിലും നല്ല സാമർഥ്യമാണ്. തോഴരുടെ ചിത്രം വരയ്ക്കലും വളരെ ക്ഷേമ. ആ ചിത്രം നോക്കിക്കൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞ് അദ്ദേഹം അത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നത്. അതാ ഒരു ആള് വരുന്നുണ്ട്, ഒരു വിദ്വാൻ വീട് വരുന്നുണ്ട്. അയാൾ ഈ ചിത്രം കാണണ്ട. തോഴരുടെ പ്രായം ചെറുപ്പം, ഒരു സുന്ദരിയുടെ ചിത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വരണ ആളെ എന്താ അങ്ങനെ വേണ്ടിയിട്ട് വിചാരിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. അവിടെ നല്ലൊരു വാഴയുടെ ഇല കിടന്നിരുന്നു. ആ ഇലയെടുത്ത് ഈ ചിത്രം മൂടി വെച്ചു. വലിയ താമസമില്ല അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. എനിക്ക് ആകെ തന്നെ പരിചയമില്ലായുള്ളൂ. തോഴർക്ക് നല്ല പരിചയം. അദ്ദേഹം ഇവിടെ എത്തേണ്ട താമസം ആരാണ്? മിത്രാവസു വരൂ 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 ഇരിക്കൂ. തോഴർക്ക് നല്ല പരിചയമല്ലേ? മിത്രാവസു, വിശ്വാസു അങ്ങയുടെ അച്ഛന് സുഖം തന്നെയല്ലേ? വിശേഷമൊന്നുമില്ലല്ലോ എന്ന് അങ്ങോട്ട് തോഴര് ചോദിച്ചു. അച്ഛന് വിശേഷമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞയച്ചതാണ് ഞാനിവിടേക്ക് വരുന്നത്. എന്താ അച്ഛൻ പറഞ്ഞയച്ചത്? അച്ഛൻ പറഞ്ഞയച്ചതോ എനിക്ക് ഒരു മകളുണ്ട്. അവൾക്ക് യൗവനാരംഭമായി, വിവാഹപ്രായമായി, അതിസുന്ദരിയാണ്. മാത്രമല്ല സിദ്ധന്മാർക്ക് എല്ലാവർക്കും പ്രാണങ്ങളായിട്ടുള്ളവളാണ്. അവളെ അമ്മയ്ക്കായിട്ട് തരുന്നു, അതിനെ സ്വീകരിക്കണം എന്ന് പറയാനാണ് എന്നെ അച്ഛൻ പടക്കി പറഞ്ഞയച്ചേക്കുന്നത്. അത് കേട്ടപ്പോൾ ഓളൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാലേ എന്നോട് ചോദിച്ചു, അത്രയാ ഞാൻ എന്താ പറയുക? ഞാനിതേതൊരു മിത്രാവിനോട് എന്താ പറയുന്നത്? എനിക്കറിയാം. ഓരോ ഗുരുയാശ്രമത്തിൽ വെച്ച് കണ്ട, ആ പാർവതിയുടെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ പാട്ടുകാരത്തിയിൽ ആണ് അധികം താല്പര്യം. അതിനെ വിട്ട് മറ്റൊരുത്തിയിൽ അങ്ങക്ക് ലഭിക്കാൻ സാധ്യമല്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, എന്തെങ്കിലും പറഞ്ഞ് ഒരു ഒഴിവുകഴിവ് പറഞ്ഞ് ഈ വിദ്വാനികളോട് പറഞ്ഞു എന്ന് ഞാൻ ഓരോ ഉപദേശം കൊടുത്തു. ഓരോ പറഞ്ഞു ആ പറഞ്ഞതൊക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ മനസ്സ് മറ്റൊന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തൽക്കാലം ഞാൻ രേവതിയെ സ്വീകരിക്കണമെന്ന് വിചാരിക്കണില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ഭംഗിയാക്കി
അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പോണ വഴിക്ക് അവരെയും കൂടി ഒന്ന് കണ്ടുപോയിക്കോളൂ, കാര്യം നേരെയാവുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും നന്നല്ലോ എന്ന് ഞാൻ ഭംഗിയായിട്ടൊന്ന് പറഞ്ഞു വെച്ചു. ഈ വിദ്വാനം ഒന്ന് യാത്ര ചെയ്യും ഇത്രാവസവും യാത്ര ചെയ്യുകയും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു കരച്ചില്. അയ്യോ ഓടി വരണേ, ഇതാ ഭക്തയായിരിക്കില്ല, കെട്ടിത്തൂങ്ങിച്ചാവണേ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. ഈ ശബ്ദം കരച്ചില് കേട്ടപ്പോ ഞാനൊക്കെ വളരെ ഓടി കരച്ചില് കേട്ട വീട്ടിലേക്ക് എത്തിയേ. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ആ പാട്ടുകാരി അവളാ കെട്ടിത്തൂങ്ങി ചാവാളോ പൊക്കോട. അത് കണ്ടപ്പോ തോന്നല് അരുതരുത് അരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ആ കൈ വിടാതെ തോഴയുടെ അടുത്തന്നെ പിടിച്ചു നിർത്തി. അവളൊരു നോട്ടം നോക്കിയിട്ടുണ്ടോ തോഴ? ഇതാ ചാവാനും അമ്മയുടെ അനുവാദം വേണോ? വിട്ടുവിന്റെ കയ്യായി ഞാൻ വിടില്ല. തെറ്റ് ചെയ്ത കയ്യിനെ ശിക്ഷിക്കാനുള്ള അവകാശം അധികാരം എനിക്കുണ്ടെന്ന് പറഞ്ഞത് തോടൊരു മുറിയേ വെള്ളൂ. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ ചിത്രം തോടരുടെ ചിത്രം വരയ്ക്കലും ഞങ്ങളുടെ പതുക്കെ ഒരു കൂട്ടം സ്വകാര്യം പറയലും മിത്രാവസുവിൻ്റെ വരവും ഇപ്പൊ തൽക്കാലം അവളെ സ്വീകരിക്കാൻ വിചാരിക്കുന്നില്ല എന്ന് പറയലും അതൊക്കെ ഇവരെ എവിടെയോ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അനന്തര ഫലമാണ് ഇത്. പിന്നെയാണ് മനസ്സിലായത്. ഞാനപ്പോ അടുത്ത് നിൽക്കണം അവളോട് ചോദിച്ചു, എന്താ ഇവിടെ ഈ സാഹസത്തിന് പുറപ്പെടാൻ കാരണം? എന്തുണ്ടായത്? എന്ത് ഇതിങ്ങനെ ഒരു കൂട്ടം കാണുന്നത്? അപ്പൊ അവളെ ഒന്നും അറിയാത്ത ഇതിന്റെയൊക്കെ കാരണം അങ്ങയുടെ ഈ തോളം തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമില്ല. അത് കാരണം അതൊക്കെ ഉണ്ടായത്. എന്റെ തോളിൽ ആ കൂട്ടത്തിൽ പെട്ടവളല്ല. അങ്ങനെ ചില കൂട്ടക്കാരുണ്ട്, സ്ത്രീകളെ വണ്ടിയില്ലാണ്ട് അങ്ങനെ ആ കൂട്ടമല്ല, ആ കൂട്ടത്തിന് പെട്ടതല്ല എൻ്റെ തോഴലിന് യാതൊരു അപരാധവും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരും എന്ന് പറഞ്ഞാൽ അവരെ ബലാത്കാരമായിട്ട് തന്നെ ചന്ദ്രനെ ആഗ്രഹത്തിൽ കൊണ്ടുവന്നു. മൂടി വെച്ച വാഴയിൽ, ചിത്രം മൂടി വെച്ച വാഴയിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് കാണുന്ന താമസം അവളുടെ ചിത്രം തന്നെയാണ് ഓരോ ചെയ്യുന്നത്. അത് കണ്ടതോട് കൂടിയിട്ട് ഭാവം പോണ പോക്കില് തോഴയുടെ അച്ഛനമ്മമാരെ കണ്ടു, ഈ കാര്യങ്ങൾ പറഞ്ഞു. തോഴയുടെ അച്ഛനമ്മമാര് ഈ മലയവതിയെ പുത്രവധുവായിട്ട് സ്വീകരിക്കൽ കഴിഞ്ഞു, വിവാഹം നിശ്ചയിച്ചു. വിവാഹ സ്നാനത്തിനായിട്ട് ഇവിടെ കുട്ടി കൊണ്ടുപോകാൻ വന്നേക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ആ വർമ്മോള് പോയിട്ട് ഞങ്ങൾ രണ്ടാളും അവസരമില്ല. എന്തായി കഥ? ഇന്നലെ ഓരയുടെ വിവാഹം തന്നെയാണ്. അവള് വധു, മലയവതി വധു, എൻ്റെ തോടരെ വരൻ. അപ്പോ വധുവിൻ്റെ വിവാഹസ്നാനം, അതുപോലെ വരനും ഞങ്ങളുടെ വിവാഹസ്നാനം. ആ വിവാഹസ്നാനത്തിനായിട്ട് തോടരും പുറപ്പെട്ടു. അങ്ങനെ വിവാഹസ്നാനമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നലെ എൻ്റെ തോടരും ആ മലയവതിയും തമ്മിലുള്ള വിവാഹം വളരെ ഘോഷമായിട്ട് ഉത്സവമായിട്ട് പറയാം. അങ്ങനെ പൊട്ടിച്ച് ആ വിവാഹം നടക്കുമോ? അപ്പോഴാണ് എനിക്ക് സമാധാനമായി. ഞാൻ അപ്പൊ തോടെ എന്നോട് പറഞ്ഞു, അത്രയാ നാളെ മലയവതിയുടെ അമ്മയുടെ വക എനിക്ക് ഒരു സൽക്കാരുണ്ട്. അതിവിടെ അടുത്തുള്ള കുസുമാനോദ്യാനത്തിൽ വെച്ചിട്ടാണ് സൽക്കാരം. അത്രയും കൂടി അവിടെ വരണം. കാരണം കൂടെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ. മറക്കരുത് കേട്ടോ. എങ്ങനെയായിരുന്നു അവിടെ എത്തണമെന്ന് പറഞ്ഞ് തോളര് ശയ്യാഗ്രഹത്തിലേക്ക് തോളര് പോയി. എനിക്ക് കിടക്കാനുള്ളതിലേക്ക് ഞാനും പോയി. രാത്രി ഉറക്കം സുഖമായി. വെളുപ്പാങ്കാലത്ത് നീക്കാൻ വൈകിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പരിഭ്രമം ചെയ്തിട്ട് പ്രാതകൃത്യങ്ങളൊക്കെ കഴിച്ച് എനിക്ക് ഉറക്കാനത്തേക്ക് എത്തണം. അവിടെ ഞാൻ
ഒന്നും കിട്ടില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ കുറച്ച് തരാം. കുറച്ച് കഴിക്കണോ കഴിക്കണോ? ആദ്യം ഭംഗിയിലൊക്കെ കുടിയന്മാരൊരു സ്വഭാവമാണ്. ആദ്യമൊക്കെ മര്യാദക്കൊക്കെ പറയും, കുറച്ച് കഴിഞ്ഞാൽ അവരനുസരിച്ച് വേണ്ട, ഞാൻ ബ്രാഹ്മണനാണ്, ഞങ്ങൾക്കിത് വർജ്യമായിട്ടുള്ളതാണ് മദ്യം, അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോ ആ കുടിയന്മാരിൽ ഒരു വിദ്വാൻ എൻ്റെ പൂണൂലിനെ കയറി പിടിച്ചു. പൂണൂലിനെ കയറി പിടിച്ചപ്പോൾ ഞാനത് വകവയ്ക്കാതെ ഞാൻ അവിടെ ഓടാൻ തുടങ്ങിയപ്പോൾ പൂണൂല് പൊട്ടി. അയ്യോ, ഈ പൂണൂലൊന്നും മര്യാദയോ ദുർഗന്ധം ആ വിദ്വാന്മാരെ കൊണ്ട് പിടിച്ചിട്ടേ ആകെ വയർപ്പിൻ്റെയും മദ്യത്തിൻ്റെയും ഒരു സാമാന്യം പോലെ ഒരു ഒന്ന് കുളിച്ച് മുങ്ങി കുളിച്ച് ഈ പൂണൂലൊക്കെ ഒന്ന് നേരെയാക്കിയല്ലേ സമാധാനമുള്ളൂ. നോക്കിയപ്പോൾ അവിടെ സദസ്സ് കെട്ടിട്ട് പോയില്ല, ഒരു ജലാശയം കണ്ടു. ആ ജലാശയത്തിൽ ഇറങ്ങി ഭംഗിയായിട്ട് താണു മുങ്ങി. ഇപ്പൊ താണു മുങ്ങാന്ന് പറഞ്ഞാൽ ആർക്കാ അറിയാൻ ചില മുങ്ങലില്ല, മുങ്ങലുണ്ട്. എന്താ അയാൾ മുങ്ങി നോക്കാതെ കാണാൻ ആ മുങ്ങലല്ല ഈ മുങ്ങല്. താണു മുങ്ങി ആ മുങ്ങലൊക്കെ ഒന്ന് നേരെയാക്കി. ഓ സമാധാനം മുഴുവനായി എന്ന് പറയാൻ വയ്യ. ഇനിയും വേറെ വല്ല കുടിയന്മാരുടെ ഇടയിൽ ചെന്ന് പെട്ടാലോ. വേഗം അതിന് മുമ്പ് തോഴരെ കണ്ടുപിടിക്കണം. തോഴരുടെ അടുത്തേക്ക് എത്തിയാലേ എനിക്ക് സമാധാനമുള്ളൂ. തോഴര് മാത്രമല്ല, പത്രഭൗതി ഉണ്ട്, പരിവാരങ്ങളൊക്കെ ഉണ്ട്. എന്തോടരുണ്ടിഹ വരുന്നു വധൂസഹായൻ, എന്തോ പറഞ്ഞനുനയിച്ചു നവോഢയാളെ. എന്താ സന്തോഷമേറുമതിലൊരു സംശയം. തോഴരുടെ അടുത്ത് ഞങ്ങൾ തമ്മിൽ സഖാക്കളാണല്ലോ. എൻ്റെ സഖാവ് തോഴര്, തോഴരുടെ സഖാവ് സഖാക്കൾ തമ്മിൽ അങ്ങോട്ട് കൂടി യോജിക്കുമ്പോൾ എത്ര കാലം ഉണ്ടാവും ഈ യോജിപ്പോൾ കണ്ടറിയണം. ഈ വകക്കാരാണായി ഇപ്പം അധികം ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഞാൻ തോഴരുടെ അടുത്തേക്ക് എത്ര എന്നട്ടെ മദ്യപന്മാരുടെ പഠിക്കണം. രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, അങ്ങനെയുള്ള ആളുകളെ ബ്രാഹ്മണരെ കണ്ടാൽ അവരെ അനുഗ്രഹിക്കുക വരുന്നത്. ഞാൻ തോഴരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്ന് മാറ്റിയിട്ടാണ് അനുഗ്രഹിച്ചേക്കാൻ വേണമായിട്ട്. സാധാരണ വളരെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ. വിവാഹം കഴിഞ്ഞപ്പോൾ സത്രഭൗതിയെ അനുഗ്രഹിക്കാനായിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. സുഖിതോ ഭോഗീയേ സുഖി ഭവത്യേ. ഓ ഭവതിക്കും നല്ലത് വരട്ടെ. അങ്ങനെ സത്രഭൗതിയുടെ ശ്രീനാരായണനും ലക്ഷ്മീ ഭഗവതിയും എങ്ങനെയാണോ വർദ്ധിക്കുന്നത് അതുപോലെ പരമാനന്ദമായിട്ട് അനവധി കാലം ക്ഷേമത്തോടു കൂടിയിട്ടിരിക്കാൻ